ഹായ് എവരിവൺ. അപ്പോൾ ഇന്നലെ പഠിക്കാൻ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഇന്ന് അതിന്റെ ടെസ്റ്റാണ് നടക്കുന്നത്. കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇന്നലെ തന്നിരുന്നു പഠിക്കാൻ, പക്ഷെ നിങ്ങൾക്ക് 2 ദിവസം പഠിക്കാൻ വേണ്ടി കിട്ടി അല്ലെ. ഇന്നലെ ഫുൾ ദിവസം കിട്ടി, അതുപോലെ തന്നെ ഇന്നും പകല് മുഴുവൻ നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ടെസ്റ്റാണ് ഇന്ന് നടക്കുന്നത്. 100% മാർക്ക് ലഭിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, തിങ്കതീയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം. തിങ്കതീയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ഏതാണെന്നാണ് ചോദിച്ചത്. മൂന്നാമത്തേത്, റൗലറ്റ് ആക്ട് നിലവിൽ വന്നത് എപ്പോൾ? റൗലറ്റ് ആക്ട് നിലവിൽ വന്നത് എപ്പോൾ? 4, താഴെ കൊടുത്തവയിൽ റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗത്വം രാജിവെച്ച നേതാക്കളിൽ പെടാത്തത് ആര്? താഴെ കൊടുത്തവയിൽ റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ച നേതാക്കളിൽ പെടാത്തത് ആര്? 5, ക്രൗളിംഗ് ഓർഡർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രൗളിംഗ് ഓർഡർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 6, പഞ്ചാബ് ഗവർണറായിരുന്ന മൈക്കിൾ ഒ ഡയറിനെ ഉദ്ധം സിംഗ് വധിച്ചത് എപ്പോൾ? പഞ്ചാബ് ഗവർണറായിരുന്ന മൈക്കിൾ ഒ ഡയറിനെ ഉദ്ധം സിംഗ് വധിച്ചത് എപ്പോൾ? ജാലിയൻ വാലാബാഗ് ദുരന്തത്തെ രാക്ഷസീയമായ ഒരു നടപടി എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ജാലിയൻ വാലാബാഗ് ദുരന്തത്തെ രാക്ഷസീയമായ ഒരു നടപടി എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര്? ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര്? ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. 9ാമത്തെ ചോദ്യം, ചൌരി ചൌര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് എപ്പോൾ? ചൌരി ചൌര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് എപ്പോൾ? 10, സൈമൺ കമ്മീഷൻ നിയമിക്കപ്പെട്ടത് എപ്പോൾ? സൈമൺ കമ്മീഷൻ നിയമിക്കപ്പെട്ടത് എപ്പോൾ? 11, സൈമൺ കമ്മീഷനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം. സൈമൺ കമ്മീഷനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം. 12ാമത്തെ ചോദ്യം, സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയ വർഷം. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയ വർഷം. 13, ഇന്ത്യക്ക് ഡൊമീനിയൻ പദവി നൽകണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട കോൺഗ്രസ് സമ്മേളനം. ഇന്ത്യക്ക് ഡൊമീനിയൻ പദവി നൽകണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ഏത്? 14, പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏത്? പൂനെ ഉടമ്പടി ഒപ്പുവെച്ചത് എന്ന്. പൂനെ ഉടമ്പടി ഒപ്പുവെച്ചത് എന്ന്. 15ാമത്തെ ചോദ്യമാണ്, പൂനെ ഉടമ്പടി ഒപ്പുവെച്ചത് എന്ന്. 16, 1937 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വരുമ്പോൾ വൈസ്രോയ് ആയിരുന്നത് ആര്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വരുമ്പോൾ വൈസ്രോയ് ആയിരുന്നത് ആര്? ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് എപ്പോൾ? ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് എപ്പോൾ? 18ാമത്തെ ചോദ്യം, ലാസ്റ്റ് ചോദ്യമാണ്, ഓൾ ഇന്ത്യ കിസാൻ സഭ നിലവിൽ വന്ന വർഷം. ഓൾ ഇന്ത്യ കിസാൻ സഭ നിലവിൽ വന്ന വർഷം. അപ്പൊ ഇതിന്റെ 18ന്റെ ആൻസർ എഴുതിയതിനു ശേഷം മാത്രം തുടർന്ന് കാണാം. നമുക്ക് ആൻസേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ചോദിച്ചത്, ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് CP രാമസ്വാമി അയ്യരെയായിരുന്നു. CP രാമസ്വാമി അയ്യരെയായിരുന്നു ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. രണ്ടാമതായി ചോദിച്ചത്, തിങ്കതീയ സമ്പ്രദായം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചമ്പാരനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തിങ്കതീയ സമ്പ്രദായം. മൂന്നാമത്തേത്, റൗലറ്റ് ആക്ട് നിലവിൽ വന്നത് എപ്പോൾ? 1919 മാർച്ച് 10 റൗലറ്റ് ആക്ട് നിലവിൽ വന്നത്. 4, താഴെ കൊടുത്തവയിൽ റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ച നേതാക്കളിൽ പെടാത്തത് C. ശങ്കരൻ നായരായിരുന്നു. രാജിവെച്ചവരിൽ പെടാത്തത് മസ്ഹറുൽ ഹക്ക്, മദൻ മോഹൻ മാളവ്യ, മുഹമ്മദ് അലി ജിന്ന എന്നിവരാണ് രാജിവെച്ചത്. ക്രൗളിംഗ് ഓർഡർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രൗളിംഗ് ഓർഡർ ബന്ധപ്പെട്ടിരിക്കുന്നത് ജാലിയൻ വാലാബാഗുമായിട്ടാണ്. ജാലിയൻ വാലാബാഗ് സംഭവവുമായിട്ടാണ് ക്രൗളിംഗ് ഓർഡർ ബന്ധപ്പെട്ടിരിക്കുന്നത്. പഞ്ചാബ് ഗവർണറായിരുന്ന മൈക്കിൾ ഒ ഡയറിനെ ഉദ്ധം സിംഗ് വധിച്ചത് എപ്പോൾ? 1940 മാർച്ച് 13 ഉദ്ധം സിംഗ് വധിച്ചത്. ആരെ? മൈക്കിൾ ഒ ഡയറിനെ ഉദ്ധം സിംഗ് വധിച്ചത് 1940 മാർച്ച് 13. ജാലിയൻ വാലാബാഗ് ദുരന്തത്തെ രാക്ഷസീയമായ ഒരു നടപടി എന്ന് വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ജാലിയൻ വാലാബാഗ് ദുരന്തത്തെ രാക്ഷസീയമായ നടപടി എന്ന് വിശേഷിപ്പിച്ചത്. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും
വിൻസ്റ്റൺ ചർച്ചിലാണ്. ഓക്കെ, ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് എപ്പോൾ? 1922 ഫെബ്രുവരി 11 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത്. സൈമൺ കമ്മീഷൻ നിയമിക്കപ്പെട്ടത് 1927 നവംബർ മാസത്തിലാണ്. സൈമൺ കമ്മീഷനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് മദ്രാസ് സമ്മേളനം. 1927 മദ്രാസ് സമ്മേളനമാണ് സൈമൺ കമ്മീഷനെതിരെ പ്രമേയം പാസാക്കിയത്. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയ വർഷമാണ് 1930. 1930 സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയത്. ഇന്ത്യക്ക് ഡൊമീനിയൻ പദവി നൽകണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട കോൺഗ്രസ് സമ്മേളനമാണ് കൊൽക്കത്ത സമ്മേളനം. 1928 കൊൽക്കത്ത സമ്മേളനത്തിലാണ് ഇന്ത്യക്ക് ഡൊമീനിയൻ പദവി വേണമെന്ന് ആവശ്യപ്പെട്ടത്. 14 പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് ലാഹോർ സമ്മേളനം. 1929 ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത്. 15 പൂനെ ഉടമ്പടി ഒപ്പുവെച്ചത് 1932 സെപ്റ്റംബർ 24. 1932 സെപ്റ്റംബർ 24. 1937 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വരുമ്പോൾ വൈസ്രോയ് ആയിരുന്നത് ആര്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വരുമ്പോൾ വൈസ്രോയ് ആയിരുന്നത് ലിൻ ലിത്ഗോ ആയിരുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വരുമ്പോൾ വൈസ്രോയി. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് എപ്പോൾ? ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് 1940 ഓഗസ്റ്റ് 8. 1940 ഓഗസ്റ്റ് 8 ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത്. 18ാമത്തെ ലാസ്റ്റ് ചോദ്യം, ഓൾ ഇന്ത്യ കിസാൻ സഭ നിലവിൽ വന്ന വർഷം? ഓൾ ഇന്ത്യ കിസാൻ സഭ നിലവിൽ വന്നത് 1936. ഓക്കെ, അപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതിയെന്ന് വിചാരിക്കുന്നു. 100% മാർക്ക് ഒരുപാട് പേർക്ക് നേടിയെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കുകയാണെങ്കിൽ, ഇങ്ങനെ തന്നെ തുടർന്ന് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പ്രിലിംസ് പാസ്സാകാൻ പറ്റും. ഓക്കെ, അതുപോലെ റിവിഷൻ ചെയ്യുക, വീണ്ടും പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി മാർക്ക് കുറഞ്ഞവരാണെങ്കിൽ അവർ കുറച്ചുകൂടെ കൂടുതൽ ടൈം എടുത്ത് കുറച്ചുകൂടെ കൂടുതൽ സീരിയസ് ആയിട്ട് ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും പ്രിലിംസ് വളരെ ഈസി ആയിട്ട് തന്നെ പാസ്സാകാൻ പറ്റും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്